കരകാണാക്കടലിന്റെ മറുകര തേടിയുള്ള ജീവിതമാകുന്ന യാത്ര. ഇവിടെ ബന്ധങ്ങൾ തീർത്ത സുന്ദര ഭൂമിയുടെ വിരിമാറി വിശ്രമിക്കുവാൻ പലപ്പോഴും നമുക്കാകുന്നില്ല. കാരണം നാം സഞ്ചരിക്കുന്ന വഴികളിൽ നമ്മെ തേടിയെത്തുന്ന ജീവിത സാഹചര്യങ്ങൾ പല ബന്ധങ്ങളെയും കണ്ടില്ല എന്ന് നടിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ചിന്തിക്കാം, ജീവിതം സുന്ദരമാണ്. അങ്ങനെ ആകണമെങ്കിൽ അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാം ചേർന്ന് നിൽക്കുന്ന സുന്ദരമായ പൂങ്കാവനമായി മാറണം ഈ ജീവിതം. അങ്ങനെ നമുക്ക് ചേർത്ത് നിർത്താം നമ്മുടെ സ്വന്തം ബന്ധങ്ങളെ, സ്നേഹബന്ധങ്ങളെ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. സ്വപ്നങ്ങളോട് കടന്നൽ കൂടുതൽ തകർന്നടിഞ്ഞ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? നീലാകാശത്ത് പെയ്തിറങ്ങിയ മഴവില്ല് പോലെ വർണ്ണാഭമായിരുന്നു ഇവൻ കണ്ട കിനാവുകൾ. ഏതോ കർക്കിടക രാവിൽ പെയ്തിറങ്ങിയ പേമാരിയിൽ കുതിർന്ന് പാപം ചലനമറ്റുപോയി. ഓർമ്മയ്ക്ക് ചുമ്പിക്കരയുവാൻ പോലും ആവാതെ ശ്വാസം നിലച്ച അഗാധമായ നിദ്രയിലേക്ക് ഓടിയിട്ട് വിദൂരത്തേക്ക് പറന്നുപോയിരിക്കുന്നു മനുഷ്യൻ. നീളുന്ന ജീവിതത്തിന്റെ കൽപ്പടവുകളിൽ തനിച്ചിരുന്ന് സ്വപ്നം കാണുന്നവൻ വെറുപ്പാണ് എനിക്ക്. കാരണം കൈകാലിട്ടടിച്ച് കരഞ്ഞുകൊണ്ട് മാത്രം ജന്മമെടുത്ത ഇവൻ സ്വാർത്ഥതയുടെ പട്ടുമത്തയിൽ കിടന്നു വളർന്നു. അവന്റെ പാദസ്പർശമേറ്റ മൺതരികൾ പോലും സ്വന്തമാക്കുവാൻ അവന്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, ശ്വാസം നിലച്ച് ചലനമറ്റ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ആരാണ് ഇത്? ഇതെന്റെ ഡാഡിയാണ്. ഞാൻ സഞ്ചരിച്ച വഴികളിൽ എനിക്ക് താങ്ങാൻ കൂടെ നിന്നത് നിങ്ങൾ ആരാണ്? ഞാൻ നിന്റെ ചിന്തകൾക്കപ്പുറത്തുള്ള ലോകത്തിലൂടെ സഞ്ചരിക്കുന്നവൻ. എന്റെ ചിന്തകൾ പെയ്തൊഴിയാത്ത പേമാരി പോലെയാണ് കുട്ടി. ആ ചിന്തകളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ ഈ തലമുറയ്ക്കാവില്ല. കാരണം അറിവിന്റെ സ്വർണ്ണത്തളികയിൽ അത്താഴമുള്ള ഈ തലമുറയ്ക്ക് സ്വന്തം ബന്ധങ്ങളുടെ ആഴമളക്കുവാൻ കഴിയില്ല. അങ്ങനെ പറയരുത്. ഞാൻ വിദേശത്താണെങ്കിലും എന്റെ ഡാഡിക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ ഏർപ്പെടുത്തി കൊടുത്തു. എന്ത് സുഖ സൗകര്യം? എന്താണ് നീ ചെയ്തു കൊടുത്തത്? ഞാൻ വിദേശത്താണ്. എന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഡാഡിക്ക് നല്ല വീട് വെച്ചു കൊടുത്തു. നീന്തി കുളിക്കുവാൻ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചു കൊടുത്തു. കൂട്ടുകൂടുവാൻ ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ നിർമ്മിച്ചു കൊടുത്തു. തളർന്നു കിടന്നാൽ എഴുന്നേറ്റിരിക്കുവാൻ ഓട്ടോമാറ്റിക് ബെഡ് കൊടുത്തു. എന്നും ഞങ്ങളെ നേരിൽ കണ്ട് വിളിക്കാൻ വില കൂടി ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു. കൂടാതെ പകൽ സംരക്ഷിക്കാൻ ഒരു ഹോം നേഴ്സിനെയും നൽകി. ഡാഡിക്കറിയില്ലല്ലോ എന്റെ അവസ്ഥ, എന്റെ ഇവിടുത്തെ സിറ്റുവേഷൻ. പലപ്പോഴും ഡാഡിയോട് അമേരിക്കയ്ക്ക് വരുവാൻ, എന്നോടും എൻ്റെ മക്കളോടും ഒന്നിച്ച് ജീവിക്കുവാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ മണ്ണ് മുറുകുന്ന ഈ മണ്ണ് വിട്ടു വരുവാൻ ഡാഡിക്കാവില്ല എന്ന് പറഞ്ഞു. ഓരോ നിമിഷവും നീറിയാണ് ഞാൻ അവിടെ കഴിയുന്നത്. അവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ കഴിയും എനിക്ക്? എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു. അങ്ങനെ എന്റെ കടമ നിർവഹിച്ചതായി എനിക്ക് തോന്നുന്നത്. കടമ? നീ കണ്ട സ്വപ്നഭൂമിയിൽ നീയും നിന്റെ ഭാര്യയും മക്കളും മാത്രമായിരുന്നു. ജീവിത സുഖങ്ങളുടെ മേച്ചിൽപ്പുറം തേടി അലഞ്ഞപ്പോൾ രക്തബന്ധങ്ങൾക്ക് നീ കാവലേർപ്പെടുത്തി. നീറുന്ന നൊമ്പരങ്ങളുടെ അരണ്ട നിലവറക്കുള്ളിൽ തനിച്ചായപ്പോൾ പാവം നിന്നെ ഓർത്ത് എത്രയോ വേദനിച്ച് കാണും. അത് ലോകത്തിന്റെ നീതിയല്ലേ? ഞങ്ങൾ പഠിച്ച് ജോലി നേടിയത് വൃദ്ധസദനം തുടങ്ങാനൊന്നും അല്ല. 10 കാശുണ്ടാക്കാൻ വഴി കൺമുമ്പിൽ തെളിയുമ്പോൾ പലതും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. ഇതാണ് മലയാളികളുടെ ഒരു പ്രശ്നം. വാർദ്ധക്യത്തിൽ ഇത്രയും സൂചിച്ച് ജീവിച്ചത് പോരെ? മകളെ, നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുറിച്ചിരിക്കുന്നു അല്ലേ? പക്ഷേ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ
നാം അറിയാതെ ജരാതരകൾ നമ്മെ തേടിയെത്തി ഈ സ്വർണ്ണത്തൂവലുകൾ പൊഴിഞ്ഞ് അവശയായി തീരുന്നു എന്ന യാഥാർത്ഥ്യം നീ മറക്കുന്നു. എന്ത് യാഥാർത്ഥ്യം? അത് അപ്പോഴല്ലേ. ഇപ്പോൾ ഈ കാണുന്ന പണവും പ്രതാപവും പ്രൗഢിയും എല്ലാം ഞാൻ സമ്പാദിച്ചതാണ്. ഇറ്റ്സ് മൈ എഫർട്ട്. ഇയാൾ എന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ പ്രൗഢഗംഭീരമായ ജീവിത സാഹചര്യങ്ങളൊന്നും ഇവരെ തേടി എത്തില്ലായിരുന്നു. ശരിയല്ലേ? ശരിയാണ്. എന്നാലും എന്റെ ഡാഡി ഒരുപക്ഷെ പാവം അവസാന നിമിഷം എന്റെ ഒരു നോക്ക് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. പാവം? എന്ത് പാവം? ഇത് ലോകത്തിന്റെ നീതിയല്ലേ? ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. ഏത് കാര്യത്തെയും നേരിടാനുള്ള ധൈര്യം നിങ്ങളുടെ ഡാഡിക്കുണ്ടെന്നല്ലേ നിങ്ങൾ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ ഈ മരണത്തെയും ഡാഡി അങ്ങനെ തന്നെ നേരിട്ട് കാണും. ഓ, നീ ഒന്ന് നിർത്ത്. ആളുകൾ കേൾക്കും. എന്താ ആളുകൾ കേൾക്കാൻ? ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ പറഞ്ഞതല്ലേ ഇവര് അസിസ്റ്റന്റ് ലിവിങ്ങിന് കൊണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഡിയോട് വല്ലാത്തൊരു സ്നേഹം. മമ്മിയുടെ ഓർമ്മ നിൽക്കുന്ന വീട്ടിൽ കിടന്നേ അയാൾക്ക് മരിക്കണം പോലും. കുത്തി മുറിവേൽപ്പിച്ചത് പോലെ നിൽക്ക്. മക്കളെ, ഇതാണ് പുതുതലമുറ. സ്വന്തം ബന്ധങ്ങളുടെ തുലാസിൽ സമ്പത്തും സുഖസൗകര്യങ്ങളും വെച്ച് അളക്കുന്നവർ. ഫിലോസഫി. നിങ്ങൾക്ക് നാടുമില്ല മനുഷ്യായി പഴച്ച ചിന്തകൾ കേട്ടോടെ നിൽക്കാൻ. ഞാൻ പോകുന്നു. എനിക്ക് വേറെ പണിയുണ്ട്. നിനക്ക് ഒന്നും പറയാനില്ലേ? എന്തു പറയാൻ? അപ്പനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. ഞാൻ വരുന്നത് കാത്ത് എപ്പോഴും സിറ്റൗട്ടിൽ ഇരിക്കുമായിരുന്നു എൻ്റെ അച്ഛൻ. ഞാനൊന്ന് വിവാഹം കഴിച്ച് കാണാൻ അപ്പൻ ഒരുപാട് ആഗ്രഹിച്ചു. വിവാഹം കഴിച്ച ചേട്ടൻ്റെ അടിമവേല കണ്ടപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നില്ല. രാഷ്ട്രീയ നേതാവായ എൻ്റെ ജീവിത തിരക്കുകൊണ്ട് അവസാന നിമിഷം എൻ്റെ അപ്പൻ്റെ അടുത്തൊന്നിരിക്കുവാൻ എനിക്കായില്ല. എൻ്റെ അപ്പനോട് സ്നേഹത്തോടൊന്ന് സംസാരിക്കാൻ പോലും എനിക്ക് കഴിയില്ല. ഞങ്ങൾ മക്കൾ രണ്ടാളും മരണസമയത്ത് അപ്പൻ്റെ അടുത്തുണ്ടാകണമെന്ന് അപ്പൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു.